Hello guys, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ട്രൈപോഡിന്റെ അൺബോക്സിംഗ് ആണ്. ട്രൈപോഡ് വാങ്ങിക്കാൻ ആഗ്രഹം എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ വാങ്ങിച്ചത് സിംപെക്സിന്റെ C606 ട്രൈപോഡാണ്. ഞാൻ ഓർഡർ ചെയ്തത് ആമസോണിൽ നിന്നാണ്. 1410 രൂപയാണ് വരുന്നത്. ഞാൻ വാങ്ങിച്ച കളർ റെഡ് കളറാണ്. ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്കും വരുന്നുണ്ട്. അതിന് ജസ്റ്റ് 1599 റുപ്പീസാണ്. ഇത് അതിനേക്കാളും വില കുറഞ്ഞതാണ്. ഫ്ലിപ്കാർട്ടിൽ സിംപെക്സിൻ്റെ 1500 രൂപയുടെ ട്രൈപോഡ് ഒന്നും അങ്ങനെ വരാറില്ല. നോട്ട് അവൈലബിൾ ആണ് സിംപെക്സിൻ്റെ ട്രൈപോഡ്സ് എല്ലാം. ചില ട്രൈപോഡ്സേ വരാറുള്ളൂ. അതെല്ലാം 2500 എബവ് ആണ്. സോ അതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ട്രൈപോഡ് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ 1500 ആ റേഞ്ചിലുള്ള ട്രൈപോഡ്സ് ഒക്കെ വാങ്ങിക്കുക. കാരണം ഞാൻ തന്നെ ആദ്യം ഒരു 500 രൂപയുടെ ട്രൈപോഡാണ് വാങ്ങിച്ചത്, അതും ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതൊക്കെ ഒട്ടും ഒരു ട്രൈപോഡിന് മെയിനായിട്ട് വേണ്ടത് അതിൻ്റെ സ്ട്രെങ്ത് ആണ്. ആ ട്രൈപോഡ് ഈ 500 രൂപ 1000 രൂപയെ താഴെ വരുന്ന ട്രൈപോഡ്സിനൊന്നും ആ സ്ട്രെങ്ത് ഇല്ല. അത് അതേസമയം നമുക്ക് ഈ 1500 രൂപ ട്രൈപോഡ്സ് ഒക്കെ ഓരോരോ ഓഫറിൽ നമുക്ക് 1000 താഴെ കിട്ടും. അപ്പുറം വാങ്ങിച്ചാലും മതി. എന്നാൽ നിങ്ങൾ 500 ട്രൈപോഡ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. വാങ്ങിക്കുവാണെങ്കിൽ 1500 വാങ്ങിക്കുക. എന്നാൽ നിങ്ങൾ 500 വാങ്ങിച്ചാൽ പിന്നെ 1500 പിന്നെ വാങ്ങിക്കേണ്ടി വരും. സോ അത് നഷ്ടക്കച്ചവടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ 1500 തന്നെ ആദ്യം വാങ്ങിക്കാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഓർഡർ ചെയ്ത ആമസോണിൽ നിന്നാണ്. ആമസോണിൻ്റെ പാക്കേജിംഗ് എന്ന് പറയുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ലാത്ത പാക്കേജിങ് പറയത്തേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആദ്യം ട്രൈപോഡ് വന്നത് ഇതുപോലത്തെ ഒരു വലിയൊരു ബേസ് ബോർഡ് കൂടുന്നകത്താണ്. ഇതും അത്ര നല്ല പാക്കേജിംഗ് ഒന്നും അല്ല. അത്രയും കറക്റ്റായിട്ട് ഈ ടേപ്പ് വെച്ചൊന്നും ഒട്ടിച്ചിട്ടൊന്നുമില്ല. എന്നാലും പോട്ടെ, ഔട്ടിംഗ് പാക്കേജിംഗ് അല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രൈപോഡ് ഉണ്ട്. ഇപ്പോൾ ഗൈസ്, ട്രൈപോഡ് വന്നത് ഇതുപോലത്തെ ഒരു ബോക്സിനകത്താണ്. ഈ ബോക്സിൻ്റെ പാക്കേജിംഗ് എന്ന് പറയുകയാണെങ്കിൽ അത്ര നല്ല പാക്കേജിംഗ് ഒന്നും അല്ല. അത്രയും നല്ല ചുളുങ്ങിയും മടിഞ്ഞൊക്കെയാണ് ഇരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെയൊക്കെ ഇവിടെ പൊട്ടിയൊക്കെ ഇരിപ്പുണ്ട്. ജസ്റ്റ് മുകളിലുമൊക്കെ അത്ര നല്ല പാക്കേജിംഗ് ഒന്നും അല്ല ഈ ട്രൈപോഡ്. എന്തായാലും സാരമില്ല. പക്ഷെ നമ്മുടെ ട്രൈപോഡ് ഇതിൻ്റെ അകത്ത് ഒരു ബാഗിനകത്ത് നല്ലൊരു പ്ലാസ്റ്റിക് കൂടുതലായിട്ട് കവർ ചെയ്താണ് നമുക്ക് ലഭിച്ചത്. ഇതുപോലത്തെ ഒരു ബാഗിനകത്താണ് നമുക്ക് നമ്മുടെ ട്രൈപോഡ് കിട്ടിയത്. ട്രൈപോഡ് ഇപ്പോൾ ഇതിൻ്റെ അകത്തില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ട്രൈപോഡിനാണ്. നമുക്കിപ്പം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഒരു ബോക്സിനകത്താണ് നമുക്ക് നമ്മുടെ ട്രൈപോഡ് കിട്ടിയിരിക്കുന്നത്. പ്രൊഫഷണൽ വീഡിയോ ട്രൈപോഡ് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സിംപെക്സ് ഫോട്ടോ ആൻഡ് വീഡിയോ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കളർ വേരിയൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ബോക്സ് വരുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഈ ട്രൈപോഡിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. ഈ ബോക്സ് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഒരു ബാഗിനകത്ത് നല്ല പൊതിഞ്ഞാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. ഈ ബാഗ് നല്ല പാക്കേജിങ് ആണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഈ ബോക്സിനകത്ത് വേറെ ഒന്നും കിട്ടുന്നില്ല. ബോക്സ് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇതിനകത്താണ് നമ്മുടെ ട്രൈപോഡ് ഇരിക്കുന്നത്. നല്ലൊരു ക്യാരി ബാഗാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് സിബ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കൂടുന്നതിനകത്ത് നമുക്ക് ട്രൈപോഡ് കവർ ചെയ്ത് ലഭിച്ചിട്ടുണ്ട്. ബാഗിൻ്റെ അകത്ത് വരെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് സിംപെക്സിൻ്റെ ഒരു ബുക്കും സിംപെക്സിൻ്റെ ഒരു യൂസർ ഗൈഡാണ് തോന്നുന്നത്. ഓക്കെ, യൂസർ ഗൈഡാണ്, യൂസർ മാനുവലാണിത്. നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ്. നമുക്കിത് ജസ്റ്റ് എടുക്കാം. ഓക്കെ ഗൈസ്, കവറിൻ്റെ അകത്ത് നിന്ന് എടുക്കുമ്പോൾ ട്രൈപോഡ് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രൈപോഡ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഹോൾഡർ വരുന്നില്ല. ഹോൾഡർ നമുക്ക് 150 രൂപയ്ക്ക് നമുക്ക് വേറെ എക്സ്ട്രാ വാങ്ങിക്കാവുന്നതാണ്. ഞാൻ അതുപോലെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സിംപെക്സ് C606 എന്നൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ഇവിടെ വരുമ്പോൾ ഒരു ഗ്രിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് പിടിക്കാൻ വേണ്ടി. പിന്നെ ട്രൈപോഡ്സിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ പിന്നെ വിശദമായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രൈപോഡിന് മെയിനായിട്ട് വേണ്ട ട്രൈപോഡിൻ്റെ സ്ട്രെങ്ത് ആണ്. അത് ഈ ട്രൈപോഡ് നല്ല രീതിയിലുണ്ട്. അത്യാവശ്യം നല്ല ബലമുള്ള ഒരു ലെഗാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് നല്ല ബലമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ജസ്റ്റ് താരോട്ട് വെക്കുമ്പോൾ ഗ്രിപ്പും താരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ട്രൈപോഡ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലെഗ് ഗ്രിപ്പ് തന്നെ നല്ല സ്ട്രെങ്ത് ഉണ്ട്. ഈ ഒരു ഗ്രിപ്പ് കാരണം മാത്രം നല്ലൊരു സ്ട്രെങ്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ഹാൻഡിൽ. നമുക്ക് ജസ്റ്റ് ട്രൈപോഡ് അങ്ങനെ മേളിലോട്ടും താരോട്ടും പൊക്കാനുള്ള ഹാൻഡിൽ. പിന്നെ ഇവിടുത്തെ ഈ സർക്കിൾ ഒന്ന് തിരിച്ച് ലൂസാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വട്ടം കറങ്ങാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ലൂസാക്കി, അതായത് ഈ 3 ലെഗും കൂടി ഫുള്ളോടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് ലൂസാക്കി നമുക്ക്
ഇങ്ങനെ പൊക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഹൈറ്റ് കൂടി കിട്ടുന്നതായിരിക്കും. ഇത് അത്യാവശ്യം ഇങ്ങനെയൊക്കെ പൊങ്ങും. പിന്നെ നമുക്ക് ഇവിടുന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ലൂസ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ സർക്കിൾ വരെ. ഇതൊക്കെ ജസ്റ്റ് മേഡ് ചെയ്തേക്കുന്നത്, ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് വെച്ചാണ്. ജസ്റ്റ് ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കിന് വേണമെങ്കിൽ പറയാം, അത്ര പൊട്ട ക്വാളിറ്റി ഒന്നുമല്ല. പിന്നെ നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡ്, ഈ ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ അലൂമിനിയം വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഹോൾഡർ ഫിക്സ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതിൻ്റെ എക്സാക്ട് ഹൈറ്റ് എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്ററോളം വരും. അത്യാവശ്യം ഒരു ട്രൈപോഡിന് വേണ്ട നല്ലൊരു ഹൈറ്റ് നമുക്ക് ഈ ട്രൈപോഡ് ലഭിക്കുന്നുണ്ട്. അതായത് 1500 റുപ്പീസ് എന്ന് പറഞ്ഞ ട്രൈപോഡിന് വേണ്ട ഹൈറ്റ് ഇതൊക്കെ മതി, ഒരു കുഴപ്പമില്ല. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമുക്കിവിടെ എല്ലാം സ്ട്രോങ് ആയിട്ട്, ഇപ്പോൾ ഇതൊക്കെ ബിൽഡ് ചെയ്തേക്കുന്ന പ്ലാസ്റ്റിക് വെച്ചാണ്. എന്നാലും ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു ഗ്രിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു ഹോൾഡർ പോലെ എന്തെങ്കിലും തൂക്കി വെക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ മെയിൻ ക്വാളിറ്റി ഇതിൻ്റെ സ്ട്രെങ്ത് ആണ്. അത്യാവശ്യം നല്ല എല്ലാം ഇതൊക്കെ ബിൽഡ് ചെയ്തേക്കാൻ നല്ലൊരു ക്വാളിറ്റി വെച്ച് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ട്രൈപോഡിനെ പറ്റി പറയാനുള്ളത്. അപ്പം 1500 രൂപയ്ക്ക് താഴെ വരുന്ന സിംപെക്സിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രൈപോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഈ പ്രൈസ് വരുന്ന ഒരു വേറൊരു ട്രൈപോഡാണ് നമ്മുടെ ഡിജിടെക്കിൻ്റെ ട്രൈപോഡ് ഈ പ്രൈസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ നല്ല വീഡിയോസ് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.